A rod bent into an angle is placed with its corner at the center of a circle and is found that 1 by 10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? അതായത് നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിലെ ഇപ്പോൾ ഈ സൈഡിൽ തന്നിരിക്കുന്ന ഒരു സർക്കിൾ നിങ്ങൾ കണ്ടോ? ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വര, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ മൊത്തം ആംഗിളിൻ്റെ 10-1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം ആംഗിൾ നമുക്കറിയാലോ 360 ഇൻറ്റു 1/10, 10-1. 0 get cancel. The answer is 36. Okay, clear? If it is placed with its corner on another circle, മറ്റൊരു സർക്കിളിൽ ഇത് അങ്ങനെ തന്നെ പൊക്കിയെടുത്ത്, അതായത് ഈ ഒരു ട്രയാങ്കിൾ അല്ല ഇത്, ഈ ഒരു ആംഗിൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഉണ്ടോ? ഇത് ഇവിടെ നിന്ന് ഈ മൂല, സപ്പോസ് ദിസ് ഈസ് O ആണെന്ന് വിചാരിക്കും. ഈ O നേരെ നമ്മൾ വേറൊരു സർക്കിളിൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആംഗിൾ സ്വാഭാവികമായിട്ട് എത്രയുണ്ടാവും? 36. ഓക്കെ, ക്ലിയർ? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ വുഡ് ബി വിത്തിൻ ഇറ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗമാണ് ഈ സർക്കിളിൻ്റെ വിത്തിൻ ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ലിസൺ, ദിസ് ഈസ് 36. ഇത് 36 വരുമ്പോൾ നമ്മുടെ ചോദ്യം ഇപ്പം ഇവിടെ 1/10 ആണ്. ഉണ്ടോ? ഇവിടെ ഒരു ആംഗിൾ, ഈ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 1/10 ആണ്. അതുപോലെ ഇത് സെൻറ്ററുമായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് എത്ര പാർട്ടാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ ഒരു മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചു. ഇതൊരു കമ്പിയാണ്, രണ്ടായി മടക്കി വൃത്തത്തിൻ്റെ 10-1 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഓക്കെ, ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക? ഓക്കെ, ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു കമ്പി നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇറക്കിയത് സെൻറ്ററിലാണ്, സെൻറ്ററിലേക്ക് ഇറക്കി വെക്കുന്നു. ഓക്കെ, സപ്പോസ് ഹിയർ ഞാനൊരു വേറൊരു സർക്കിൾ വരയ്ക്കാം. ഇതൊരു സർക്കിളാണ്. ഈ കമ്പി ഞാനിവിടെ ഈ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 36 എന്ന് തർക്കമില്ല, നമ്മൾ കണ്ടുപിടിച്ചതാണ് നേരത്തെ. 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 36 ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ആൾസോ 36, ഇതും എത്ര വരും? 36 വരും. കാരണം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് റേഡിയസ് ആണ്, ഈ സൈഡും റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് സെയിം ആയതുകൊണ്ട് ഇതൊരു ഐസോസെലസ് സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ 36 കൂട്ടുമ്പോൾ 72 വരും. ഓക്കെ, 72. അപ്പോൾ നമുക്കറിയാം ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 മൈനസ് 72 എന്ന് പറയുമ്പോൾ ദ ആൻസർ ഈസ് 8 2 10 61 108. സോ ദിസ് ആംഗിൾ ഈസ് 108, 108. പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഒരു വര ഇങ്ങനെ വരച്ച് നമ്മളിങ്ങനെ ജോയിൻ ചെയ്താൽ രണ്ട് സൈഡിലെയും ആംഗിൾ കൂട്ടിയാൽ 150 ഇടണം. അപ്പോൾ സോ ദിസ് ഈസ് 108, ഇത് 108 ആണ്. ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 72. സോ ദിസ് വൺ ഈസ് 72. ഓക്കെ, മറ്റൊരുത്തിൽ പറഞ്ഞാൽ ഇതൊരു ആർക്കാണ്. ഉണ്ടോ? ഈ ഒരു ആർക്ക് അതിൻ്റെ മറു കഷ്ണത്തിൽ ഈ ഒരു എന്താ പറയുക, കോംപ്ലക്സ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 36 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ രണ്ടറ്റത്ത് വരച്ചിരിക്കുന്ന ഈ കോൺ 36 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 72 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെയും നമുക്ക് കണ്ടെത്താം. ഓക്കെ, നൗ ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ പാർട്ട് എത്രയാണ്? 72. ഓക്കെ, 72 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ 36 ഡിഗ്രി ഉണ്ടായിരുന്നപ്പോൾ 10-1 ഭാഗം വരുന്നു. അതായത് നമ്മൾ കണ്ടെടുത്ത് ഈ 36 ഡിവൈഡ് ബൈ 360 ചെയ്താൽ മതി. അപ്പോൾ 36 വെട്ടിപ്പോയി 1, ദാറ്റ് ഈസ് 1/10. ഓക്കെ, സിമിലാർലി ഇവിടെ 72 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എത്ര ഭാഗമാണെന്ന് എങ്ങനെ കണ്ടെത്തും? 72 ഡിവൈഡ് ബൈ 360. ഓക്കെ, നിങ്ങൾ വെട്ടിഹരിക്കുമ്പോൾ യു വിൽ ഗെറ്റ്
1/5. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം, 72 ഇവിടെ നിർത്താം. ഓക്കെ, ഡിവൈഡ് ബൈ 360 36 × 10 അങ്ങനെ ആക്കാം. ഓക്കെ, ദെൻ ഇവിടെ വെട്ടാം. 36 72-ൽ 2 തവണ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/10. ഓക്കെ, അഗെയിൻ 2-ൽ 1 തവണ, 10-ൽ 5 തവണ. സോ ദ ആൻസർ ഈസ് 1/5. അതായത് ഈ കമ്പി വളച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു വൃത്തത്തിലോട്ട് വെച്ചാൽ, ഈ വൃത്തത്തിന്റെ 1/5 ഭാഗം എവിടെ നിൽക്കും? അതായത് ഈ കമ്പിയുടെ മൂല കൊണ്ടുവന്ന് നമ്മൾ വൃത്തത്തിന്റെ ഈ ഭാഗത്ത് വെച്ചാൽ വൃത്തത്തിന്റെ 1/5 ഭാഗം ഇതിന്റെ ഇടയിലുണ്ടാവും എന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ, in the picture, O is the center of the circle. ABC are points on it. Prove that angle OAC plus ABC is equal to 90 degree. തന്നിരിക്കുന്ന ചിത്രത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് O is the center of the circle. സർക്കിളിന്റെ സെന്റർ O ആണ്. ABC are the points on it. Aയും Bയും Cയും അതിലെ പോയിന്റുകളാണ്. Prove that angle OAC അതായത് this angle, suppose this angle നമുക്ക് X എന്ന് എടുക്കാം. X plus angle ABC, suppose this angle നമുക്ക് Y എന്ന് എടുക്കാം. Y കണ്ടോ, X ഉം Y ഉണ്ട്. ഇതൊരു ആംഗിൾ X ഇവിടെ തന്നിട്ടുണ്ട്. this angle Y കൂട്ടുമ്പോൾ 90 ഡിഗ്രി. that is you have to prove X plus Y is equal to എന്താണ്, 90 ഡിഗ്രി. നിങ്ങൾ ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ഉണ്ടെന്ന് തെളിയിക്കണം. ക്ലിയർ? ഓക്കെ, ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC അതിലെ ബിന്ദുക്കളുമാണ്. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC സമം 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. അപ്പോൾ സാറ് ഈ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ X എന്ന് അടയാളപ്പെടുത്തുകയാണ്, ഇവിടെ Y എന്ന് അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, ആൻഡ് ഇത് ഞാനിങ്ങനെ ജോയിൻ ചെയ്യണം. ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതെന്താണ്, എൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ ഒരു സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു AOC ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഒരു സൈഡും എന്തായിരിക്കുള്ളൂ, X ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ എഴുതി വെക്കണം നിങ്ങൾ. ഓക്കെ, ആംഗിൾ എന്താണ്, CAO, ആംഗിൾ CAO ഈക്വൽ ടു ആംഗിൾ എന്താണ് ACO ഈക്വൽ ടു X ഡിഗ്രി. ഓക്കെ, ക്ലിയർ? എൻ്റെ കാരണം ഐസോസ്ലസ് ട്രയാങ്കിൾ. ഓക്കെ, സമപാർശ്വ ത്രികോണം, രണ്ട് വശങ്ങൾ സെയിം ആയതുകൊണ്ട് കോണുകൾ സെയിം ആയിരിക്കും. ആൻഡ് ദിസ് വൺ, ഇവിടെയുള്ളതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെയുള്ളതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ AC എന്ന് പറയുന്ന ആർക്ക് ഉണ്ടാക്കുന്ന എന്താണ്, സെൻട്രൽ ആംഗിൾ ആണ് ഇത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴത്തെ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, ഉണ്ടോ, Y. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളത് എന്ന് പറയുന്നത് ഈ Y-യുടെ ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 2Y. എന്താണ്, 2Y. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ദിസ് ആംഗിൾ ഇസ് 2Y. സോ ആംഗിൾ COA ഇസ് ഈക്വൽ ടു 2Y. കാരണം ആംഗിൾ ABC ഇസ് ഈക്വൽ ടു എന്താണ്, Y. ABC നമ്മൾ Y ആയിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ കാരണം പറയണം, റീസൺ പറയണം. എന്താണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്, അതുകൊണ്ട് ഇവിടെ ഡബിൾ ആയിരിക്കും. ആ ഒരു തിയറി ഉണ്ടല്ലോ, ആ തിയറി നിങ്ങളിവിടെ എഴുതി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഓക്കെ, ഇനിയപ്പോൾ നമ്മൾ കൂട്ടാം. അതായത് ഈ ഒരു ആംഗിളും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണമല്ലോ. അപ്പോൾ X plus 2Y is equal to 180 ഡിഗ്രി, 180 കിട്ടണം. അപ്പോൾ X 2 തവണയുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് 2X പ്ലസ് 2Y is equal to 180. ക്ലിയർ? അങ്ങനെ ഈ 2 പുറത്തെടുത്തു. അപ്പോൾ എന്താണ്, X പ്ലസ് Y is equal to 180. ഓക്കെ, ഇവിടെ 2 ഗുണിച്ചിരിക്കുകയല്ലേ, 2 സമത്തിന് അപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ X plus Y is equal to 180 divided by 2. That is equal to 90 ഡിഗ്രി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് എന്താ തെളിയിക്കേണ്ടത്, X plus Y സമം 90 ഡിഗ്രി ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 centimeters and two of the angles 32.5 degree and 37.5 degree. പരിവൃത്ത ആരം 3 സെന്റിമീറ്ററും 2 കോണുകൾ 32 ഡിഗ്രിയും 37.5 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ,
അപ്പോൾ എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ഉണ്ടാവണം. നിങ്ങൾ അതിനകത്ത് ഒരു ട്രയാങ്കിൾ വരച്ചു എന്നായിരിക്കും. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു എന്നായിരിക്കും അതിനകത്ത്. ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ നിങ്ങൾ വരച്ചു എന്നായിരിക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ ട്രയാങ്കിളിന്റെ 3 മൂലകളും വൃത്തത്തിലുണ്ടാവണം. എന്നാലാണ് അത് പരിവൃത്തമാവുള്ളൂ. ആ വൃത്തത്തിന്റെ റേഡിയസ് എത്ര വേണം? 3 സെന്റിമീറ്റർ വേണം. ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 32.5 ഡിഗ്രി വേണം. 32.5, 32.5. ആൻഡ് വൺ ആംഗിൾ 37.5. ഇത്രയും വേണം. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് നമുക്ക് തന്നിട്ട് 3 സെന്റിമീറ്റർ. സോ വൃത്തം വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. സോ യു ക്യാൻ ഡ്രോ എ സർക്കിൾ വിത്ത് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്ററിൽ നിങ്ങൾക്ക് ഒരു വൃത്തം വരയ്ക്കുക. അതാണ് സ്റ്റെപ്പ് 1. ഓക്കെ, അപ്പോൾ ഒരു കോമ്പസും പെൻസിലൊക്കെ എടുത്തിട്ട് 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു വൃത്തം ഇങ്ങനെ വരച്ചു, 3 സെന്റിമീറ്ററിൽ വരച്ചു. ഓക്കെ, ദെൻ അതിന്റെ സെന്റർ അടയാളപ്പെടുത്തുക, O എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 65 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു കോൺ വരയ്ക്കാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചിടാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ 65 ഇവിടെ ഇടുക. അതുപോലെ തന്നെ ഒരു 75ന് ഇപ്പുറത്തേക്കും വരച്ചിടാം. 75 ക്ലിയർ? അതായത് കാരണം എന്ന് വെച്ചാൽ സാറേ 32.5 അതിന്റെ ഡബിൾ ആണ്, ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 65 കിട്ടും. അതുപോലെ 37.5 അതാണ് നമ്മൾ വരയ്ക്കാൻ പറയുന്നത്. അതിന്റെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 75 ഡിഗ്രിയും കിട്ടും. ഓക്കെ, അങ്ങനെ വരച്ചതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ ഈ 75 ഡിഗ്രിയുടെ കാര്യം ആലോചിക്കരുത്, ഇത് മാത്രം ആലോചിക്കണം. നോക്കാം നമുക്ക്. നോക്കൂ, അപ്പോൾ ഞാൻ ഈ പറയുന്ന 65നെ മാത്രം കൺസിഡർ ചെയ്യണം. 65 കൺസിഡർ ഓൺലി 65 ഡിഗ്രി. അതിൻ്റെ രണ്ട് എൻഡാണ്. സപ്പോസ് A B ആണെന്ന് വിചാരിക്കാം. ഈ എൻഡിൽ നിന്ന് ഞാനിങ്ങനെ ഇതിൻ്റെ കണ്ടോ ബാക്കിയുള്ള ഈ പോർഷനിലേക്ക് ഞാനിങ്ങനെ ഒരു വര വരയ്ക്കാം. പക്ഷെ ഞാൻ മുട്ടിക്കുന്നത് ഇവിടെ ആയിരിക്കണം. കണ്ടോ, അതുപോലെ ഇവിടെ നിന്നും ഒരു വര വരയ്ക്കുകയാണ്. അത് ഈ 65ന്റെ പകുതി ഉണ്ടാവും. ദാറ്റ് ഈസ് 32.5 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, സിമിലാർലി 75 ഡിഗ്രി എടുക്കുക. 75, ദിസ് ഈസ് 75 ഡിഗ്രി. 75 ഡിഗ്രിയുടെ 75 ഡിഗ്രി ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. കണ്ടോ, അപ്പോൾ ഇതിന്റെ രണ്ടറ്റങ്ങൾ ഇതാണ്. ഇത് ക്ലിയർ? അപ്പോൾ ഈ രണ്ടറ്റത്തിൽ നിന്നും മറുവശത്തേക്ക്, അതായത് ഈ ഒരു സൈഡിലേക്ക് സാർ വരയ്ക്കുകയാണ്. ഒരു വര ഇങ്ങനെ. ഓക്കെ, ഒരു വര ഇങ്ങനെ വരച്ചു. ഒരണിയറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ദിസ് ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ 75 ഡിഗ്രിയുടെ പകുതി ഉണ്ടാവും. ദാറ്റ് ഈസ് 37.5. ഓക്കെ, ഇപ്പോൾ നിലവിൽ 32.5 ഡിഗ്രി ഇവിടെയും 37.5 ഡിഗ്രി ഇവിടെയും, ബാക്കി ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ദിസ് ഈസ് അവർ ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഉണ്ടോ? സപ്പോസ് ദിസ് ഈസ് C, ദെൻ ട്രയാങ്കിൾ ABC ഈസ് ദ ആൻസർ. ABC. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അതിന് നമ്മൾ 65 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെ 75 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. 65 ഡിഗ്രിയുടെ ഹാഫ് 32.5 ഡിഗ്രി. ഇവിടെ 75 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. 75 ഡിഗ്രിയുടെ ഹാഫ് വരയ്ക്കാൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു വര വരയ്ക്കുന്നു. ഇതിൻ്റെ അറ്റത്തുനിന്നും അതുപോലെ ഈ അറ്റത്തുനിന്നും വരയ്ക്കുന്നു. ദാറ്റ് ഈസ് 37.5 ഡിഗ്രി. ദെൻ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിൾ എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, in the picture AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. ഇവിടെ ചോദ്യത്തിൽ in the picture AB and CD are mutually perpendicular chord. ഇവിടെ AB എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്, ഒരു ഞാനുണ്ട്. അതുപോലെ തന്നെ CD ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആൻഡ് ദിസ് വൺ ഈസ് 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി ഉണ്ടാവും. അതായത് അവരിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് 90 ഡിഗ്രിയിലാണ്. പ്രൂവ് ദാറ്റ് ദ ആർക്സ് APC, ഇവിടെ APC എന്ന് പറയുന്ന ഒരു ആർക്കുണ്ട്, ആൻഡ് BQD ഇപ്പുറത്ത് BQD എന്ന് പറയുന്ന ഒരു ആർക്കുണ്ട്. ഉണ്ടോ? അത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ടുഗദർ വുഡ് മേക്ക് ഹാഫ് ദ സർക്കിൾ. ഹാഫ് ദ സർക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹാഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടത് ഇവിടെയുള്ള ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വേണം? 180 ഡിഗ്രി വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ,
നമ്മൾ എങ്ങനെ തെളിയിക്കണം? ഇവിടെയുള്ള ആംഗിൾ പ്ലസ് ഇവിടെയുള്ള ആംഗിൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വേണം? 180 ഡിഗ്രി. കാരണം ഈ ചെറിയ ആംഗിളിന്റെ ആർക്കും ഈ വലിയ ആംഗിളിന്റെ ആർക്കും തമ്മിൽ ചേർന്നതാണ് ഈ പറയുന്ന ഹാഫ് സർക്കിൾ എന്ന് നമ്മൾ തെളിയിക്കണം. ഇത് ചെറുതാണോ വലുതാണോ എന്നുള്ളത് നമ്മൾ ഈ ആർക്ക് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ആർക്ക് ചെറുതാണ്, ഇവിടുത്തെ ആർക്ക് വലുതാണ്. ഓക്കെ, ആംഗിള് രണ്ടും 90 ഡിഗ്രി വെച്ചുണ്ടാവും നമുക്കറിയാം. പക്ഷെ അങ്ങനെ ചുമ്മാ നമ്മൾ എഴുതിയാൽ പറ്റില്ല. നമ്മളിത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി ഉണ്ടെന്ന് തെളിഞ്ഞാൽ അതിനർത്ഥം ഇവിടെയുള്ള ഈ പോർഷനും ഇവിടെയുള്ള ഈ പോർഷനും തമ്മിൽ കൂട്ടിയാൽ അത് ഹാഫ് ദ സർക്കിൾ ആയിരിക്കും എന്നാണ്. ഓക്കെ, ഇപ്പൊ ചിത്രത്തിൽ എ ബി സി ഡി ഇപ്പൊ പരസ്പര ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. കണ്ടോ? ചോദ്യം ഇതാണ്, എ പി സി എന്ന് പറയുന്ന ഈ ചാപവും അതുപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറയുന്ന ഈ രണ്ട് ചാപവും നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് എ പി സി നമ്മൾ വെച്ചു, അതിൻ്റെ എന്താണ് എ പി ക്യു ഡി വെച്ചു, അപ്പോൾ ബി ക്യു ഡി വെച്ചു. അപ്പോൾ അത് ഹാഫ് ദ സർക്കിൾ ഉണ്ടാവണം. ഓക്കെ, സിമ്പിളാണ്, നമുക്കിത് പെട്ടെന്ന് തെളിയിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ആംഗിളുണ്ട്. സപ്പോസ് ഇവിടെ ഒരു ആംഗിളുണ്ട്, ചെറിയ ആർക്ക്. ഇതാണ് നമ്മുടെ ആർക്ക്, കണ്ടോ? അപ്പോൾ ഈ ഒരു ആർക്കിന്റെ ആംഗിളാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ? സെൻട്രൽ ആംഗിളാണ്. ഈ ആർക്കിന്റെ ഒരറ്റത്ത് നിന്ന് വരച്ചിരിക്കുന്ന വരയാണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആർക്കിന്റെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ലൈക്ക് ദിസ്. കണ്ടോ? അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് സാർ ഇവിടെ എക്സ് ആയിട്ട് എടുക്കുകയാണ്, വെറും എക്സ്. ഓക്കെ, സോ മൈ ആംഗിൾ ADC taken as x degree. ഓക്കെ, അത് x ഡിഗ്രി ആയിട്ട് എടുത്തു. ഇനി അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, ദാറ്റ് ഈസ് 2x. സോ സപ്പോസ് ദിസ് ഈസ് O, ഈ സെന്ററിന് നമുക്ക് O എന്ന് പേരിടാം. അപ്പോൾ ആംഗിൾ AOC സമം 2x ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. സപ്പോസ് ദിസ് ആംഗിൾ ഇസ് ടേക്കൺ ആസ് y, ഇത് y ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ പേര് എങ്ങനെ എഴുതും? ആംഗിൾ DAO, ആംഗിൾ DAO ഈസ് ടേക്കൺ ആസ് y ഡിഗ്രി. അത് y ഡിഗ്രി ആയിട്ട് എടുത്തു. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ DAO ഒന്നുകൂടി നീട്ടി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ DAB. അപ്പോൾ DAOന് പകരം അവിടെ നമ്മൾ B ആണ് പറയണമെങ്കിലും ശരിയാണ്. കണ്ടോ? അപ്പോൾ ഇത് ഈ ഒരു വലിയ ആർക്ക് കണ്ടോ, ഈ ഒരു വലിയ ആർക്കിന്റെ കണ്ടോ സെൻട്രൽ ആംഗിളായ ഇതിവിടെ ഒരു സെൻട്രൽ ആംഗിൾ കണ്ടോ, അതിന്റെ പകുതിയാണ് ഈ y. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയുണ്ടാവും? 2y. മനസ്സിലായോ? ഒന്നുകൂടി പറയാം സാറ്. അതായത് ഇവിടെ നമ്മൾ y എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? 2y. കാരണം ഈ y വന്നിരിക്കുന്നത് ഈ വലിയ ആർക്ക് കണ്ടോ, ഈ വലിയ ആർക്കിന്റെ രണ്ടറ്റത്തു നിന്നും ജോയിൻ ചെയ്തേക്കണാണ് കണ്ടോ, അവിടെയാണ് y വന്നേക്കുന്നത്. അപ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണം എത്രയുണ്ടാവും? അതിന്റെ ഇരട്ടി ഉണ്ടാവും, 2y. നേരത്തെ നമ്മളിവിടെ x എടുത്തു, അപ്പോൾ ഇവിടെ എത്രയുണ്ടായി? 2x. ഓക്കെ, എത്രയാണ് നമ്മൾ എഴുതിയത്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അതായത് 2x-ഉം 2y-ഉം അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ വി കോൾഡ് ഇറ്റ് ആസ് 2x എന്താണ് പ്ലസ് 2y. 2x-ഉം എന്താണ് 2y. അത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അതിന്റെ മീനിങ് ഇവിടെയുള്ള ആംഗിൾ കൂട്ടുന്നത്. അപ്പോൾ ആംഗിളിന്റെ പേരൊന്നും എഴുതാം നമുക്ക്. ആംഗിൾ എന്താണ്? AOC പ്ലസ് ആംഗിൾ എന്താണ്? DOB. ഓക്കെ, DOB. അപ്പോൾ ഇവിടെ ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ അതിന് 2 കോമൺ ആയിട്ട് പുറത്ത് സാർ എടുക്കുകയാണ്. അപ്പോൾ 2 × x പ്ലസ് y. 2 × x പ്ലസ് y. അപ്പോൾ ഈ ഒരു ആംഗിൾ ഈ ഒരു ആംഗിൾ കൂട്ടുന്നത് 2 × x പ്ലസ് y ഈക്വൽ. വാട്ട് ഈസ് x പ്ലസ് y? ഇവിടെ ഈ ഒരു ട്രയാങ്കിലേക്ക് നമുക്ക് ദി ഓൺലി ടേക്ക് ദിസ് ട്രയാങ്കിൾ, ആ ഒരു ട്രയാങ്കിൾ മാത്രം നമ്മളിങ്ങനെ പരിഗണിച്ചാൽ, കൺസിഡർ ദ ട്രയാങ്കിൾ DAO, ഈ ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഇവിടെ 90 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് ഈസ് y ആൻഡ് ദിസ് ഈസ് x. ഇത് x ആണ്, ഇത് y ആണ്. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അതിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ മറ്റുള്ള രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി വേണം. അപ്പോൾ x പ്ലസ് വൈയുടെ പ്ലേസിൽ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് 90 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും.
മനസ്സിലായോ? സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ 2 into 90 degree is equal to 180 degree. എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചെയ്ത് 2 into 90 ഡിഗ്രി 180. എങ്ങനെ 90 ഡിഗ്രി എങ്ങനെ കിട്ടി? എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി. അപ്പോൾ 2 into x plus y. 2 into x plus y എങ്ങനെ കിട്ടി? 2x plus 2y. എന്താണ് 2x plus 2y? ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ AOC ആൻഡ് DOB. അപ്പോൾ ഈ ഒരു ആർക്കിന്റെ ആംഗിളും ഈ ഒരു വലിയ ആർക്കിന്റെ ആംഗിളും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടി. ദാറ്റ് മീൻസ് ചെറിയ ആർക്കും വലിയ ആർക്കും തമ്മിൽ നമ്മൾ കൂട്ടിവെച്ചാൽ ഒരു സർക്കിളിന്റെ പകുതി കിട്ടും.